സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വളരെ ചെറിയൊരു ടോപ്പിക്കായ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിളിനെ കുറിച്ച് പഠിച്ചാലോ? അപ്പോൾ നമ്മുടെ ടോപ്പിക്കാണ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. ഇനി ട്രയാങ്കിളിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ? എന്താ നമ്മൾ ട്രയാങ്കിൾ, എത്ര സൈഡ്സ് ഉണ്ട് നമ്മുടെ ട്രയാങ്കിളിന്, അതുപോലെ എത്ര ആംഗിൾസ് ഉള്ളത്, ഇതൊക്കെ നമ്മൾ വളരെ ബേസിക് ആയി പഠിച്ച കാര്യങ്ങളല്ലേ. നമുക്കൊന്നുകൂടെ റീകോൾ ചെയ്താലോ? നമ്മളെ ട്രയാങ്കിളിന് എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ആണുള്ളത് അല്ലേ നമ്മുടെ ട്രയാങ്കിളിന്. അതുപോലെ തന്നെ ഏതൊക്കെയാണ് നമ്മൾ 3 സൈഡ്സ്? ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്, ഇതൊരു സൈഡ് അല്ലേ. ഇനി അതേപോലെ തന്നെ എത്ര ആംഗിൾസ് ആണ് നമ്മളുടെ ട്രയാങ്കിളിനുള്ളത്? ഇതേപോലെ 3 ആംഗിൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്താ പറയാ? ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പോളിഗൺ ആണ് അല്ലേ, ഒരു പോളിഗൺ ആണ്. പോളിഗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണ്, മെയ്ഡ് അപ്പ് ഓഫ് ലൈൻ സെഗ്മെന്റ്സ്. ലൈൻ സെഗ്മെന്റ്സ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ക്ലോസ്ഡ് കർവ് ആണ് നമ്മളുടെ ട്രയാങ്കിൾ എന്ന് പറയുന്ന ചെറിയൊരു പോളിഗൺ. ഓക്കെ, ഇനി നമ്മൾ ട്രയാങ്കിൾസിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബേസ്ഡ് ഓൺ ആംഗിൾസ് നമ്മൾ ട്രയാങ്കിളിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ സൈഡ്സും നമ്മൾ ഈ ട്രയാങ്കിളിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് റീകോൾ ചെയ്താലോ? ബേസ്ഡ് ഓൺ സൈഡ്സ്, നമ്മൾ ഈ സൈഡ്സിന്റെ ബേസിസിൽ എങ്ങനെയൊക്കെയാണ് ട്രയാങ്കിൾസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? എത്ര ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ഉള്ളത്? നമുക്കറിയാം അല്ലേ. ഫസ്റ്റ് വൺ ഏതാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ട്രയാങ്കിളിന്റെ ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആണ് അല്ലേ. എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ട് ഒരു ട്രയാങ്കിൾ വരുന്നെങ്കിൽ ആ ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി അതേപോലെ രണ്ടാമത്തെ ട്രയാങ്കിൾ ആണ് ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് 3 സൈഡ്സ് ഈക്വൽ ആണ്. നമ്മുടെ ഐസോസെലസ് ട്രയാങ്കിളിന് 2 സൈഡ്സ് മാത്രമാണ് ഈക്വൽ ആയിട്ടുള്ളൂ. ഒരു സൈഡ് ഈക്വൽ അല്ല, ഏതെങ്കിലും 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിന് ഐസോസെലസ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്ത് ട്രയാങ്കിൾ ആണ്? സ്കെയിലിൻ ട്രയാങ്കിൾ അല്ലേ. സ്കെയിലിൻ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഇവിടെ നമ്മൾ 3 സൈഡ്സും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ഒരു സൈഡ്സും ഈക്വൽ ആയിരിക്കില്ല. 3 ഡിഫറെന്റ് സൈഡ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് എ സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് പറയാം. ഇങ്ങനെയാണ് ട്രയാങ്കിൾസിനെ ബേസ്ഡ് ഓൺ സൈഡ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി വേറെ ക്ലാസിഫിക്കേഷൻ ഏതാ നമുക്കറിയാവുന്നത്? ബേസ്ഡ് ഓൺ ആംഗിൾസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ബേസ്ഡ് ഓൺ ആംഗിൾസ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറയാം. ബേസ്ഡ് ഓൺ ആംഗിൾസ്. ബേസ്ഡ് ഓൺ ആംഗിൾസും നമ്മൾ ട്രയാങ്കിളിന് 3 തരം ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. നമ്മൾ ആംഗിൾസിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എത്ര ടൈപ്പ് ഓഫ് ആംഗിൾസ് ഉണ്ട് മെയിൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ? ഒരു റൈറ്റ് ആംഗിൾ ഉണ്ട്, അക്യൂട്ട് ആംഗിൾ ഉണ്ട്, അതുപോലെ തന്നെ ഒബ്റ്റ്യൂസ് ആംഗിൾ ഉണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ട്രയാങ്കിൾ കൺസെപ്റ്റിലും വരുന്നത്. നമുക്ക് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആൻഡ് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ഇതാണ് വരുന്നത്. റൈറ്റ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, അതുപോലെ തന്നെ അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ, സിമിലർലി ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് ബേസ്ഡ് ഓൺ ആംഗിൾസും വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡെഫിനേഷൻ പറയാൻ വളരെ ഈസി അല്ലേ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ട്രയാങ്കിളില് ഒരു ആംഗിൾ നമ്മൾ റൈറ്റ് ആംഗിൾ ആയിരിക്കും. ആൻഡ് നമുക്ക് അറിയാം റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാണ്. ഇനി സെക്കൻഡ് വൺ നോക്കിയേ, അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിളിലെ ആംഗിൾസും എങ്ങനെയായിരിക്കും? ലെസ് ദാൻ 90 ഡിഗ്രി തന്നെ ആയിരിക്കും. സിമിലർലി ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണ്. സോ ഒബിയസ്ലി ഇതിന്റെ എല്ലാ ആംഗിൾസും എന്തായിരിക്കും? എല്ലാ ആംഗിൾസ് അല്ല, ഒരു ആംഗിൾ ഇതിന് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് വരാം അല്ലേ. സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ആണ് നമ്മൾ എഴുതിയിരിക്കുന്ന സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് എന്താണ് ഒരു സെൻട്രോയിഡ്, എങ്ങനെയാണ് ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് വരയ്ക്കുക, എവിടെയാണ് ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് ഉണ്ടാവുക എന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എങ്ങനെ വരയ്ക്കാന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇപ്പൊ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു. ഇനി മിഡ് പോയിന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞൂടെ? എന്തായിരിക്കും മിഡ് പോയിന്റ്?
കറക്റ്റ് സെൻറ്റർ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, കറക്റ്റ് എവിടെയാണോ നടുവ് വരുന്നത് അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതാണ് നമ്മളുടെ ഓരോ സൈഡിൻ്റെയും മിഡ് പോയിന്റ്. അപ്പോൾ നമ്മൾ ഈ സെൻട്രോയിഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിലും ഓരോ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യണം. കൃത്യമായി മെഷർ ചെയ്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ലെങ്ത്ത് മെഷർ ചെയ്യുക, അതിനുശേഷം അതിന് മിഡ് പോയിന്റ് എവിടെയാണോ വരുന്നത് അവിടെ നമുക്കൊരു ഡോട്ട് ഇടാം. 3 സൈഡ്സിൽ നമ്മൾ മാർക്ക് ചെയ്യണേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം നമ്മുടെ ട്രയാങ്കിളിന് എത്ര വേർട്ടിസസ് ഉണ്ട്? 3 വേർട്ടിസസ് ഉണ്ട് അല്ലേ? ഇതൊരെണ്ണം, ഇതൊരെണ്ണം, ഇതൊരെണ്ണം. നമുക്കിതിനെ നെയിം ചെയ്താലോ? ABC എന്ന് കൊടുക്കാം. സോ വേർട്ടെക്സ് A ഉണ്ട്, വേർട്ടെക്സ് B ഉണ്ട്, അതുപോലെ തന്നെ വേർട്ടെക്സ് C ഉണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഓരോ വേർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്ക് നമ്മളൊരു ലൈൻ സെഗ്മെന്റ് വരച്ച് കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഓരോ വേർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മിഡ് പോയിന്റിലേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കാൻ പോവാണ്. സോ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം അല്ലേ? കറക്റ്റ് നമ്മൾ മിഡ് പോയിന്റിൽ വന്ന് എൻഡ് ചെയ്യുന്ന രീതിക്ക് ഓരോ വേർട്ടെക്സിൽ നിന്ന് വരയ്ക്കണം. ഇങ്ങനെ വരച്ച് ഈ ലൈൻ കണ്ടോ നിങ്ങൾ? ഒരു വേർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ഈ ലൈനിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലൈനാണ് മീഡിയൻ. മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ലൈനാണ്. അപ്പോൾ നമ്മൾ ട്രയാങ്കിളിൽ മൊത്തം നമുക്ക് എത്ര മീഡിയൻസ് വരയ്ക്കാം? എത്ര മീഡിയൻസ് വരയ്ക്കാൻ പറ്റുമായിരിക്കും? നമുക്കിവിടെ എത്ര വേർട്ടെക്സ് ഉണ്ട്? 3 വേർട്ടെക്സ് ഉണ്ട് അല്ലേ? അപ്പോൾ സിമിലർലി ഈ 3 വേർട്ടെക്സിൽ നിന്ന് നമുക്ക് അതിന് ഓപ്പോസിറ്റ് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തൂടെ? നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കിയാലോ? അതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം? ഓരോ വേർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ച് ജോയിൻ ചെയ്യാം. അങ്ങനെ ഇപ്പം നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ 3 വേർട്ടിസസും വരച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് എന്താ ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ 3 മീഡിയൻസും എങ്ങനെ പോയി? എല്ലാം കൂടി ഒറ്റ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്ത പോലെ തോന്നുന്നില്ലേ? നിങ്ങൾക്ക് കിട്ടിയില്ലേ ആ ഒരു റിസൾട്ട്? ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്തു? നമ്മളുടെ 3 മീഡിയൻസും കൂടി ഈ ട്രയാങ്കിളിന്റെ സെന്ററിൽ വെച്ച് ഇന്റർസെക്ട് ചെയ്തു. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇതാണ് നമ്മളുടെ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. ഈ പോയിന്റ് ആണ് നമ്മളുടെ സെൻട്രോയിഡ്. അപ്പോൾ നമ്മൾ എങ്ങനെ സെൻട്രോയിഡ് കൺസ്ട്രക്ട് ചെയ്ത്? നമ്മൾ ട്രയാങ്കിൾസിന്റെ 3 സൈഡ്സിലെ മിഡ് പോയിന്റ് വരച്ചു, മാർക്ക് ചെയ്തു. അതിനുശേഷം ഓരോ മിഡ് പോയിന്റും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ, വേർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ നമുക്കൊരു സെൻറ്റർ കിട്ടി. ഇതാണ് നമ്മൾ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. ഇതാണ് നമ്മൾ ട്രയാങ്കിളിന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. കാരണം ഇതാണ് ഒരു ട്രയാങ്കുലർ ഓബ്ജക്റ്റ് ബാലൻസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് ഫിസിക്സിലും എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഈ വക എല്ലാ കാര്യത്തിലും ഒരു ആപ്ലിക്കേഷനായി വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ സെൻട്രോയിഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.